എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ ഈ വെള്ളിയാഴ്ചയും ഒരുപാട് സിനിമകൾ റിലീസുണ്ട്. ബസൂക്ക, കാന്ത, വിലായത്ത് ബുദ്ധ തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു DNA. അസ്കർ, അന്ന റെജി, റായലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ മാസം തന്നെ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് തീയവർ കുളൈ നടുങ്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. അർജുനാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് സൺനെസ്റ്റിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സാലി മുഹമ്മദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഡയറക്റ്റ് OTT റിലീസ് മൂവിയാണ്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് C5ലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് 3 റോസസ് എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സീരീസാണ്. ഈ സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ആഹ വീഡിയോസിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആരോമല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ ഒരു ആരോമല എന്ന സിനിമ ഇന്ന് ഹോട്ട്സ്റ്റാറിലാണ് OTT റിലീസ്. മലയാളം ഭാഷയിലും എന്ന സിനിമ വരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്കാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫാർമ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകന സീരീസാണ് ഫാർമ. 7 ഭാഷയിലായിട്ടാണ് സീരീസ് റിലീസിലെത്തുന്നത്. ഡിസംബർ മാസം 19-നാണ് ഫാർമ സീരീസിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാസ്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ആൻഡ്രിയ കെവിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അവകാശം ഇപ്പോൾ C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഡിസംബർ മാസം ക്രിസ്മസിനാണ് മാസ്ക് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയാണ് മാരിവിലും ഗോപുരങ്ങൾ. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ടായിരിക്കും മാരിവിലും ഗോപുരങ്ങൾ OTT റിലീസിന് എത്തുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ് നായകന സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. മനോരമ മാക്സ് ആണ് നൈറ്റ് റൈഡേഴ്സിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ക്രിസ്മസിന് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഇന്നസെൻ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. അനാർക്കലി അൽത്താഫാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായം സ്വന്തമാക്കി. മനോരമ മാക്സ് ആണ് ഇന്നസെൻ്റ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഡിസംബർ മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് വൾട്ടി സിനിമയ്ക്ക് ലഭിച്ചത്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ഷൈനികമാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ആക്ഷൻ മൂവിയാണ് വൾട്ടി. ഇപ്പോൾ ഇതാ വൾട്ടി സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് വൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ക്രിസ്മസിന് വരുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബസൂക്ക. മമ്മൂട്ടി നായകനായ സിനിമയാണ് ബസൂക്ക. ഇതുവരെ സിനിമ OTT റിലീസ് ചെയ്തിട്ടില്ല. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. C5 നേരത്തെ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ ഈ വരുന്ന ക്രിസ്മസിന് ബസൂക്ക OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഡിസംബർ മാസം 24-നായിരിക്കും ബസൂക്ക സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കാന്ത എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ അടുത്തിറങ്ങിയ സിനിമകളിൽ ദുൽഖർ സൽമാൻ്റെ പരാജയപ്പെട്ട സിനിമയാണ് കാന്ത. നല്ലൊരു കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അതുകൊണ്ട് കാന്ത സിനിമ പരാജയപ്പെട്ടു. ഇതൊരു തമിഴ് സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് കാന്ത സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു കാന്ത സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിലാണ് OTT റിലീസ്. തമിഴ്, മലയാളം, ഹിന്ദി അടക്കം എല്ലാ ഭാഷയിലും ഇന്ന് രാത്രി കാന്ത സിനിമ റിലീസാക്കും. അവസാനത്തെ അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. റിലീസിന് മുന്നേ തന്നെ OTT അവകാശം വിറ്റുപോയ സിനിമയാണ് വിലായത്ത് ബുദ്ധ. പക്ഷേ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഹോട്ട്സ്റ്റാറാണ് വിലായത്ത് ബുദ്ധയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. പുഷ്പയുമായി വിലായത്ത് ബുദ്ധയ്ക്ക് സാമ്യമുണ്ടായിരുന്നു. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട വിലായത്ത് ബുദ്ധ ഹോട്ട്സ്റ്റാറിൽ റിലീസിനൊരുങ്ങുകയാണ്. പൃഥ്വിരാജാണ് വിലായത്ത് ബുദ്ധയിലെ നായകൻ.
ഡിസംബർ മാസം 25-നായിരിക്കും വിലായത് ബുദ്ധ ഹോട്ട്സ്റ്റാറിൽ റിലീസാവുന്നത്. മൾട്ടി ഭാഷയിലായിരിക്കും വിലായത് ബുദ്ധ റിലീസ് ഒരുങ്ങുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ സർപ്രൈസായിട്ട് ഇന്ന് രാത്രി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.